ഇന്ന് കോതമംഗലത്ത് 2.5 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു പറിച്ചതിന് പിന്നാലെ ഇപ്പോൾ മൂവാറ്റുപുഴയിലും അതേപോലുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. തെരുവുനായ്ക്കളുടെ ആക്രമണം. ഒരു അങ്കണവാടിയിൽ പാഞ്ഞു കയറിയ തെരുവുനായ 2 കുഞ്ഞുങ്ങളെ കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുകയായിരുന്ന സ്ത്രീക്കും തെരുവുനായയുടെ കടിയേറ്റു. ആ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാകുകയാണ്. തിങ്കളാഴ്ച മൂവാറ്റുപുഴ അയവന പഞ്ചായത്തിലെ കാലാമ്പൂരുള്ള അങ്കണവാടിയിലേക്ക് തെരുവുനായ പാഞ്ഞു കയറി 2 കുഞ്ഞുങ്ങളെ കടിച്ചു പരിക്കേൽപ്പിച്ചു. കുട്ടികൾക്ക് പുറത്തിറങ്ങുന്നതിനായി അങ്കണവാടിയുടെ വാതിൽ തുറന്നപ്പോഴാണ് തെരുവുനായ അങ്കണവാടിക്കുള്ളിൽ കയറി 3.5 വയസ്സുള്ള ആദികൃഷ്ണനെയും മീനാക്ഷിയെയും കടിച്ചത്. ആദിക്ക് മുഖത്തും കവിളിലും തലയുടെ ഭാഗത്തും കടിയേറ്റു. തുടർന്നാണ് മീനാക്ഷിയെ നായ ആക്രമിച്ചത്. സംഭവം കണ്ട അങ്കണവാടി അധ്യാപിക ഷേർലിയാണ് കുട്ടികളെ തെരുവുനായിൽ നിന്നും രക്ഷിച്ചത്. മൂത്രമൊഴിക്കാനായിട്ട് പുറത്തേക്ക് മീനാക്ഷി മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ചുവന്ന പട്ടി ഓടി വന്ന് എൻ്റെ ഇങ്ങാപ്പുറം തന്നെ ആദികൃഷ്ണൻ്റെ മുഖത്തേക്ക് ചാടി കടിക്കുക ചെയ്തത്. 20ഓളം കുട്ടികളാണ് അങ്കണവാടിയിലുണ്ടായിരുന്നത്. നാട്ടുകാർ ചേർന്നാണ് തെരുവുനായയുടെ കടിയേറ്റ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. കാലാമ്പൂർ കോളനി ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റോഡ് നന്നാക്കുകയായിരുന്ന 68 വയസ്സുകാരി ത്രേസ്യാമ്മയ്ക്കും തെരുവുനായയുടെ കടിയേറ്റ് വിരലറ്റു. ഞായറാഴ്ചയാണ് കോതമംഗലത്ത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 2.5 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു പറിച്ചത്. തെരുവുനായയുടെ ആക്രമണം രൂക്ഷമാകുമ്പോഴും അധികൃതർ മൗനത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമ്മോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാനായി IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് N. കുമാറുണ്ട്. അതോടൊപ്പം ഡോക്ടർ CV പ്രശാന്തും ചേരുന്നു. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ MK നാരായണനും നമ്മുടെ അതിഥിയായുണ്ട്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൽദോസ് കുന്നപ്പള്ളിയും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീമും നമ്മുടെ ചർച്ചയിൽ ചേരുന്നു. ആദ്യം തന്നെ ഡോക്ടർ MK നാരായണനിലേക്ക്. ഡോക്ടർ MK നാരായണൻ, താങ്കളോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നം ഒരുപക്ഷെ സാമാന്യ ജനത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമായി, ഒരു പ്രശ്നമായി ഇപ്പോൾ ഈ തെരുവുനായ ശല്യം മാറിയിരിക്കുന്നു. മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പ്രത്യേകിച്ചും കുട്ടികൾ ആക്രമണ വിധേയരാകുന്നു, ഒരുപാട് പരുക്കേൽക്കുന്നു. ഇതിനെതിരെയുള്ള പ്രതിരോധമായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നിർദ്ദേശങ്ങൾ പോലും ക്രിയാത്മകമായി മുന്നോട്ട് വരുന്നില്ല. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? പ്രത്യേകിച്ചും ഈ രംഗത്ത് താങ്കൾ ഒരുപാട് ഗവേഷണം നടത്തിയ ആളാണെന്ന് നമുക്കറിയാം. ശരി, അതായത് നമ്മുടെ നാട്ടില് അമ്മ അച്ഛൻ എന്ന് പറയുന്ന വാക്കുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറിയിരിക്കുകയാണ് തെരുവുനായ്ക്കൾ. ഈ തെരുവുനായ്ക്കൾ എന്ന വാക്ക് മാധ്യമങ്ങളിൽ ഇത്ര അധികം വരുന്നത് തന്നെ നമ്മുടെ സമകാലീന ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദപ്രയോഗമാണ്. നമ്മുടെ മനുഷ്യരുടെ ഒരു ഇഗ്നോർ ചെയ്യുന്ന ഒരു പദ്ധതിയുടെ ഒരു ഭാഗമാണിത്. പരിസര മലിനീകരണമാണ് യഥാർത്ഥത്തിൽ ഈ തെരുവുനായ ശല്യം ഉണ്ടാകുന്നത്. ശരാശരി കേരളീയന്റെ വാങ്ങുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന നയത്തിന്റെ ബാക്കി പത്രമാണ് ഈ തെരുവുനായ ശല്യം. കേരളീയന്റെ ശുചിത്വത്തിന്റെ ഒരു മാനദണ്ഡം, ഒരു സൂചകം കൂടിയാണ് തെരുവുനായ. യഥാർത്ഥത്തിൽ അനാഥരായ കുഞ്ഞു നായ്ക്കൾ വലുതായി പെറ്റുപെരുകി ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുക. ഇനി എന്ത് ചെയ്യാം? യഥാർത്ഥത്തിൽ നിരന്തരവും ആത്മാർത്ഥപരമായിട്ടുള്ള പ്രവർത്തനവും കൃത്യമായിട്ടുള്ള ഇടപെടലും വേണം. മനുഷ്യർ ഇണക്കി വളർത്തിയ അതാണ് നായ്ക്കളെങ്കിൽ ഇന്ന് തെരുവിൽ പോയ നായ്ക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മനുഷ്യരുടെ യഥാർത്ഥത്തിൽ ഒരു ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള ഒരു പദ്ധതി, നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ച് അത്യാവശ്യമാണ്. അതിന് ലോങ് ടൈം പെർസ്പെക്റ്റീവിലും ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവിലും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. പ്രായോഗികമായി വന്ധ്യംകരണം മാത്രമാണ് ഇപ്പോഴത്തെ സ്ഥിതിയെങ്കിലും ഇത് കേരളത്തിൽ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാനായിട്ട് ഉറവിട മാലിന്യ സംസ്കരണത്തിന് തുല്യമായിട്ടുള്ള പദ്ധതി പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയും അതുപോലെ വലിയ നായ്ക്കളുള്ള ജനന നിയന്ത്രണവും വളരെ. ഡോക്ടർ നാരായണൻ, ദയവായി ടെലിഫോൺ ലൈനിൽ ചോദിക്കുക. ഇപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ ശ്രീജിത്ത് N. കുമാറുണ്ട്. അദ്ദേഹം IMA സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ഒരുപക്ഷെ മെഡിക്കൽ രംഗത്തും ഒരുപാട് ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. സാധാരണ ജനത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി ഇത് മാറുമ്പോൾ എന്താണ് ഈ പ്രശ്നത്തിന് കാരണമായി നിങ്ങൾ ചൂണ്ടിക്കാണുന്നത്? ഇപ്പോൾ ഡോക്ടർ MK നാരായണൻ സൂചിപ്പിച്ചതുപോലെ പരിസര മലിനീകരണം ഒരു പ്രധാന വിഷയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഇത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ജനങ്ങളുടെ പ്രവൃത്തി സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇണചേർന്ന് കിടക്കുകയും ചെയ്യുന്നു എന്നും അനുമാനിക്കാം. പക്ഷേ യഥാർത്ഥ പ്രശ്നം, പ്രത്യേകിച്ച് കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്? ഒന്നാമത് ഈ പറഞ്ഞതുമാതിരി ഒരുപാട് നായ്ക്കളുടെ ഒരു ബാഹുല്യം നമ്മുടെ എല്ലാ തെരുവുകളിലുമുണ്ട്. അതുമാത്രമല്ല, അതിനെ ശാസ്ത്രീയമായി അപഗ്രഥിക്കുവാനും ശാസ്ത്രീയമായി നേരിടുന്നതിലും നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ നായയുടെ സ്വഭാവം തന്നെ, നായ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ഫിറോഷ്യസ് അനിമലാണ്. ഈ ചെന്നായ്ക്കളിൽ നിന്ന് ഉൾസിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരു ആക്രമണ സ്വഭാവം ബേസിക്കലായിട്ടുള്ള ഹണ്ട് ചെയ്ത്
പിന്നെ വേട്ടയാടി ഇരകളെ പിടിക്കുന്ന ഒരു പ്രകൃതമാണ്. അതിനെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ആ ഒരു ഹണ്ടിങ് ഇൻസ്റ്റിങ്സ് ഇടയ്ക്കെങ്കിലും അത് എടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളാണ്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കുട്ടികളുടെ ഹൈറ്റ് വളരെ കുറവാണ്. അപ്പം നായ പലപ്പോഴും പിന്നെ ഒരു വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന അത്രത്തോളം ഒരു ബഹുമാനമൊന്നും പലപ്പോഴും കുഞ്ഞിന് കൊടുക്കാറില്ല. മാത്രമല്ല, കുഞ്ഞിൻ്റെ പല സ്വഭാവങ്ങളും നായയെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ അതിനെ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ തുറിച്ചു നോക്കുക, നായയിൽ നിന്ന് ഓടാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നായയെ പലപ്പോഴും പ്രൊവോക്ക് ചെയ്യുന്നതായിട്ട് ഈ അനിമൽ സയൻറ്റിസ്റ്റ് അഭിപ്രായപ്പെടാറുണ്ട്. മാത്രമല്ല, പലപ്പോഴും നായയുടെ ആക്രമണം ചെറുത്ത് നിൽക്കുവാനുള്ളൊരു കെൽപ്പ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കാണില്ല. നായയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സംഗതി ഒരു മൃഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ വീടിൻ്റെ ടെറിട്ടറി, ഒരു വീട്ടിലെ നായ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ വീടും കൂടെ അത് അതിൻ്റെ ടെറിട്ടറി ആയിട്ട് സങ്കല്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഒരു ടെറിട്ടറി അത് ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, സംഘങ്ങളായിട്ടുള്ള നായ്ക്കൾ ഈ സംഘാംഗങ്ങളിൽ ആരുടെയെങ്കിലും ടെറിട്ടറിയിൽ കയറിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ആക്രമിക്കുന്ന ഒരു പ്രവണതയും കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കുട്ടികൾ ഇതിനകത്ത് വൾണറബിൾ ആയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മൾ പ്രതിവർഷം എനിക്ക് തോന്നുന്നു KMSCL മാത്രം തന്നെ ഏതാണ്ട് 8 മുതൽ 10 കോടി രൂപയാണ് ഈ റേബീസ് വാക്സിന് വേണ്ടി മാത്രം ചിലവാക്കുന്നത്. അതിൻ്റെ പൈസ പോട്ടെ, 10 അല്ല 20 കോടി കൊടുക്കാം. പക്ഷേ ഈ കുത്തിവയ്പ്പ്, ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അല്ലാതെയുള്ള ആഘാതം, തെരുവിൽ നടക്കാൻ സാധിക്കുന്നില്ല, വ്യായാമം ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെയാണ് അത് ബാധിക്കുന്നത്. മറ്റു പലരും കാറിലായിരിക്കും കയറി പോകുന്നത്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് PA സലീം, താങ്കൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു മേഖല എനിക്ക് തോന്നുന്നത്, ഇവിടെ വലിയ വിവാദങ്ങളും ചർച്ചകളും കുറച്ച് കാലങ്ങളായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്ത ഒരു വിഷയം കൂടിയാണ്. അതിൽ പ്രധാനമായി ഉയർന്നു വന്നൊരു വിഷയം നൈതികത തന്നെയാണ്. അതായത് മനുഷ്യജീവനാണോ വലുത്, നായ്ക്കളുടെ ജീവനാണോ വലുത്, അല്ലെങ്കിൽ തെരുവുനായ്ക്കളെ സംരക്ഷിക്കേണ്ടതാണോ, മനുഷ്യജീവന് സംരക്ഷണം നൽകേണ്ടതാണോ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കടമ എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇതൊരു വിവാദമായി മാറുന്നു. സർക്കാർ നിലപാടുകൾ പലപ്പോഴും ഇതിൻ്റെ പ്രാവർത്തികമാക്കാനുള്ള തടസ്സമായി ഭവിക്കുകയും ചെയ്യുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. എങ്ങനെ കാണുന്നു? അല്ല, പ്രദീപിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമാണ്. തീർച്ചയായിട്ടും മനുഷ്യജീവന് ഉള്ളൊരു വില, അത് ഒരിക്കലും അതിൻ്റെ ഒരു മൂല്യം നിർണ്ണയിക്കാൻ പറ്റില്ല. അത് ഇപ്പം ഏത് മൃഗസ്നേഹികളുടെ എന്തൊക്കെ പിന്നെ അവർ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടുകളുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള വാദമുഖങ്ങളുണ്ടെങ്കിലും ഒരു മനുഷ്യജീവൻ്റെ വില ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു ഭരണാധികാരികളുടെ ഒരു ഏറ്റവും പിന്നെ ഒരു പ്രൈമറി ഡ്യൂട്ടിയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മളെ നോവിപ്പിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ, അത് ഇപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ, പിന്നെ ഡോക്ടർ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ, ഈ പലപ്പോഴും വിക്ടിമൈസ്ഡ് ആവുന്ന കൊച്ചുകുട്ടികളാണ്. ഇപ്പം ഒരു അംഗൻവാടിയിൽ ഒരു ഏറ്റവും സുരക്ഷിതമാണ് എന്ന് നമ്മൾ കരുതുന്ന പിന്നെ അംഗൻവാടിയിൽ ഒരു കുട്ടിയുടെ പിന്നെ ജീവന് പിന്നെ ആർക്കും ഒരു ഉറപ്പ് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ഒരു മാനുഷിക പ്രശ്നം എന്നുള്ള അതിനപ്പുറത്ത് ഇവിടെ ഒരു കൃത്യമായ ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഇത് മുഖ്യമന്ത്രി ഇത് വളരെ കൺസേൺഡ് ആണ്. പിന്നെ നമ്മൾ തീർച്ചയായും വിശ്വസിക്കുന്നൊരു കാര്യം, നാളത്തെ ക്യാബിനറ്റിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുന്നതാണ്. യെസ്, തിരിച്ചു വരാം. നമ്മോടൊപ്പം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ചേരുന്നു. ശ്രീ എൽദോസ് കുന്നപ്പള്ളി, പലപ്പോഴും നമ്മളിപ്പോൾ നേരത്തെ ഡോക്ടർ MK നാരായണൻ പറഞ്ഞു തുടങ്ങിയത്, അതായത് ഉറവിട മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ രംഗത്ത് വളരെയധികം പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി, വേസ്റ്റ്, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളുടെ വഴിയിൽ തള്ളുന്ന ഒരു സംസ്കാരം. മാത്രമല്ല, ഈ സെൽഫ് ഗവൺമെൻറ്റുകളുടെ പങ്കിനെക്കുറിച്ച് പലപ്പോഴും അവർ ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ള ആരോപണങ്ങളും, നമ്മുടെ ഒരു സംവിധാനം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആനിമൽ ഹസ്ബൻഡറി ബോർഡൊക്കെ ഉള്ളതാണ്. ഇതെല്ലാം ഒരുപാട് ഗൂഢാലോചനകളുടെ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. താങ്കൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. താങ്കളുടെ ഒരു അനുഭവം എന്താണ്? എറണാകുളത്ത് നിന്നാണ് ഇപ്പോൾ ഇന്നത്തെ വാർത്തകൾ വന്നിരിക്കുന്നത്, തെരുവുനായി ആക്രമണം, കുഞ്ഞുങ്ങളെ വരെ ആക്രമിക്കുന്നു. ശ്രീ എൽദോസ് കുന്നപ്പള്ളി. മാലിന്യ സംസ്കരണ രംഗത്ത് കേരളം ഒരു മാതൃകയാണ് എന്നൊന്നും ഞാൻ കണ്ണടിച്ച് പറയുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷം പരിശോധിക്കുകയാണെങ്കിൽ മാലിന്യ സംസ്കരണ രംഗത്ത്
സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് കൊച്ചിൻ കോർപ്പറേഷൻ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് അവർക്കൊരു മാതൃകയാകുവാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് നായ്ക്കൾ തെരുവിലുണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണ്ടേ? നായ്ക്കൾ തെരുവിലുണ്ടാകുവാനുള്ള പറയുന്നത് നമ്മൾ നായ്ക്കളെ തെരുവിൽ വലിച്ചെറിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം അതുതന്നെയാണ്. തെരുവിൽ സ്വാഭാവികമായും നായ്ക്കൾ ഉണ്ടാകുന്നതല്ല. ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് നമ്മൾ വളരെ കൃത്യമായി താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഉടൻ തിരിച്ചു വരാം, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ CV പ്രശാന്ത് ചെയ്യുന്നു. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തെരുവ് നായ്ക്കൾ എന്തുകൊണ്ടുണ്ട്? ഇപ്പോൾ ശ്രീ എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ അത് ഉണ്ടാവുന്നതിൻ്റെ പ്രശ്നം, അത് ഇത്രയധികം എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, അതോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ ഇതിനൊരു നിരന്തരമായ അല്ലെങ്കിൽ ഒരു പൂർണ്ണ പരിഹാരം ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹം വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ള മരുന്ന് കമ്പനികൾ ഉൾപ്പെടെ ആരോപണ വിധേയരായിട്ടുണ്ട്. ഇത് രോഗമുണ്ടെങ്കിലല്ലേ മരുന്ന് വിൽക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയാണ് ഏറ്റവും വലിയ ഈ പ്രോഡക്റ്റ്, അതായത് പേപ്പട്ടി വിഷയമാണെങ്കിലും തെരുവ് നായ്ക്കളുടെ ശല്യം മിക്കവാറും ആ രീതിയിലാണല്ലോ വരുന്നത്. അത്തരം കാര്യങ്ങളിലുള്ള താങ്കളുടെ അറിവ് ഞങ്ങളൊന്ന് പങ്കുവച്ചാൽ കൊള്ളാം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ വിശദമായി പഠിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് പശുക്കൾ കൊല്ലപ്പെടുന്നുണ്ട്, ഒരുപാട് കാള കൊല്ലപ്പെടുന്നുണ്ട്, ഈവൻ പല മൃഗങ്ങളും മരിക്കുന്നുണ്ട്. പക്ഷേ നായ മരിക്കുമ്പോൾ മാത്രം കേസ് വാദിക്കാൻ പോലും വളരെ പ്രശസ്തരായ അഡ്വക്കേറ്റ്സ് വരെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വ്യക്തമായ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഞങ്ങൾക്കൊരു ശക്തമായ ചില തെളിവുകൾ ഇൻ ഫേവർ എന്ന് പറയാൻ വേണ്ടി ഒരു തെളിവുകൾ ലഭിച്ചിട്ടില്ല നിലവിൽ. കാരണം വെച്ചാൽ അതിന് പിന്നിൽ ഒരു അഴിമതി ഉണ്ട് എന്ന് ബോധ്യപ്പെടാൻ സാധിച്ചില്ല. പ്രദീപ് പറഞ്ഞ പോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നാം തിരിച്ചറിയേണ്ട സാധനം, മനുഷ്യജീവനും വിലയുണ്ട്, തെരുവിലെ നായ്ക്കൾക്കും വിലയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇവിടുത്തെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്താൽ നാളെ മുതൽ തെരുവോരത്ത് എൻ്റെ കവർ എറിയപ്പെടില്ല എന്ന് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ തീരുമാനിച്ചാൽ മാത്രം തെരുവ് നായ്ക്കളുടെ പ്രശ്നം പകുതിയായി കുറയും. രണ്ടാമത് ഒരൊറ്റ സൊല്യൂഷൻ കൂടെ വെച്ചാൽ ഈ പലപ്പോഴും വന്ധ്യകരണം നടത്തുന്നു എന്ന് പറയുന്നതിനോടൊപ്പം നടക്കുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. അതിനോടൊപ്പം ഓരോ നായയും പിടിച്ചിട്ട് വന്ധ്യകരണത്തിനോടൊപ്പം തന്നെ റാബീസ് വാക്സിൻ, അത് അവർക്ക് ആ നായ്ക്ക് പേവിഷബാധ വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട്. ഇത് ജനങ്ങൾക്കറിയില്ല. ഇത് രണ്ടും ഈ പ്രക്രിയ ഒരു നഗരത്തിൽ 10 നായ്ക്കൾക്ക് ചെയ്താൽ പോരാ. ഈ പ്രക്രിയ വാക്സിൻ വാങ്ങിക്കുന്നതിനേക്കാളും മിടുക്ക് സർക്കാർ കാണിക്കേണ്ടത് ഇത്തരം ഈ വന്ധ്യംകരണ പ്രക്രിയയും ഒപ്പം നായ്ക്കളെ വാക്സിനേഷൻ ചെയ്യുന്ന പ്രക്രിയയും ദ്രുതഗതിയിലാക്കുകയും അത് ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. എൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, അതായത് എന്തുകൊണ്ടാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത് കൂടുതലായി വരുന്നത്? പല ആംഗിളിലുള്ള അഭിപ്രായങ്ങൾ വന്നു എങ്കിൽ അതിൽ ചില നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പലരും മാധ്യമ പ്രവർത്തകർക്ക് അറിയായിരിക്കും, ഒരു ഘട്ടത്തിൽ ഒരു ദിവസം 27 പേരെ ഒരു ദിവസം നായ കടിക്കുകയാണ്. അതായത് നമ്മളിതിൻ്റെ കണക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ സത്യം, തിരുവനന്തപുരം നഗരത്തെ മാത്രം കണക്കിലെടുത്തപ്പോൾ തന്നെ പലപ്പോഴും ഈ പേവിഷബാധ വരുന്നത് ഒരു പൾസറ്റയിലായിട്ട്, അതായത് കുറച്ച് നാളത്തേക്ക് അധികം ഇല്ല, തീരെ ഇല്ലാതാവുമ്പോൾ ഒരു കൂട്ടം പെട്ടെന്ന് തിരുനായ്ക്കളുടെ ഇത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ പേവിഷബാധ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ സംശയിച്ചു പോകുന്നു. പക്ഷെ തെളിവുകൾ ഡോക്ടർ MK നാരായണൻ, താങ്കൾ ഒരുപക്ഷെ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്, ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഈ തെരുവ് നായ്ക്കൾക്ക് ഇപ്പോൾ റാബീസ് എന്ന് പറഞ്ഞല്ലോ, മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് നായ്ക്കളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അത് മനുഷ്യരിലേക്കാണ് ഏറ്റവും അധികം പകരാൻ സാധ്യതയുള്ളതെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ തെരുവ് നായ്ക്കളുടെ എണ്ണം ഇങ്ങനെ ഇത്രമാത്രം കൂടുന്നതിനുള്ളൊരു പരിഹാരം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വെച്ചത് ആദ്യം മനേകാ ഗാന്ധി ഇടപെടുന്നത് വരെ ഉണ്ടായിരുന്നത് തെരുവ് നായ്ക്കളെ വകവരുത്തുക എന്നുള്ളതായിരുന്നു. അത് അശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് PA സലീം സൂചിപ്പിച്ച പോലെ മനുഷ്യജീവനാണോ നായ്ക്കളുടെ ജീവനാണോ നിലനിർത്തേണ്ടതെന്നുള്ള വലിയ ചോദ്യം ഉയർന്നപ്പോൾ അത് ഒരുപാട് പേർ അതിനെ എതിർത്തുകൊണ്ട് വന്നതുകൊണ്ട് കൂടിയാണ് അത് ഇല്ലാതായത്. ഇപ്പോൾ വാക്സിനേഷൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വന്ധ്യംകരണത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ ഈ ഒരു തുടർച്ച, പ്രത്യേകിച്ചും കുട്ടികളെ ആക്രമിക്കുന്നത് നമുക്കറിയാം. ഭക്ഷണം കുട്ടികൾ ഭയപ്പെട്ട് ഓടുന്നതുകൊണ്ട് അവരെ ആക്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഒപ്പം നിർത്തുമ്പോൾ തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ അത്രയധികം തെരുവ് നായ്ക്കൾ കൂടി വരുന്നു. എങ്ങനെ കാണുന്നു? ഓക്കെ, യഥാർത്ഥത്തില് ഇതിന് മറുപടി പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. എല്ലാ നിയമങ്ങളും മനുഷ്യന് വേണ്ടി മാത്രമാണെന്നുള്ള ഒരു ധാരണയും അങ്ങനെ നമ്മുടെ ഒരു
പ്രശ്നങ്ങളെ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ പാടില്ല. ലോകാരോഗ്യ സംഘടന പറയുന്നത് തന്നെ 70% നായ്ക്കളിലെങ്കിലും വാക്സിനേഷൻ എടുക്കണം. കാരണം 97% പേവിഷബാധയ്ക്ക് കാരണം നായ്ക്കളുടെ കടിയാണ്. അപ്പൊ 70% നായ്ക്കൾക്ക് വാക്സിനേഷൻ എത്ര കാലം എടുക്കും, വന്യജീവികളിലുള്ള പേവിഷബാധ എങ്ങനെ തടയും എന്നുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ 19ാം നൂറ്റാണ്ട് മുതലാണ് ഈ മാസമായിട്ട് കൊല്ലുന്ന ഏർപ്പാടുണ്ടായിരുന്നത്. അതൊരു 94 ആയപ്പോഴേക്കും പ്രജനന നിയന്ത്രണം ABC അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാമായി. ആ 94 തുടങ്ങി 2 ദശവർഷം, അതായത് 20 വർഷത്തിന് ശേഷം പല കാരണം കൊണ്ടും ഇത് കൃത്യമായി നടക്കാതിരുന്നപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ ഒരു റിസർച്ച് നടക്കുകയും 2010 മുതൽ 12 വരെ നടത്തി ഒരു പുതിയ പ്രോഗ്രാം കൊണ്ടുവന്നത്. ഈ പുതിയ പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് ചെറിയ പ്രായത്തിലുള്ള നായ്ക്കുട്ടികളെ 3 മാസം കൊണ്ട് ഈ നായ്ക്കുട്ടികളെ 3 മാസമുള്ള നായ്ക്കുട്ടികളെയാണ് യഥാർത്ഥത്തിൽ ആളുകൾ വീടുകളിൽ ബ്രീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വളർത്തുനായായിട്ട് എടുക്കുന്നത്. ആ പ്രായത്തിലുള്ള നായ്ക്കളെ വന്ധ്യീകരിച്ച് അഡോപ്റ്റ് ചെയ്ത് അവയെ ദത്തെടുത്ത് വളർത്തി സോഷ്യലൈസ് ചെയ്ത് ഇവ വീണ്ടും തെരുവിൽ കൊണ്ടുവിടാത്ത ഒരു പദ്ധതിയാണ് എൻജ് പദ്ധതി എന്ന് പറയുന്ന ഒരു ഏർലി ന്യൂട്രിങ് ഇൻ ഡോഗ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നടത്താവുന്ന ഒരു പദ്ധതിയാണ്. പിന്നെ കേരളത്തിൽ നോക്കിയാൽ ഏകദേശം 70 ലക്ഷം കുടുംബങ്ങളും 5 ലക്ഷം തെരുവുനായ്ക്കളുമാണ്. നമ്മുടെ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു സമൂഹത്തിലെ ഒരു നിയമവും ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. IMA പ്രസിഡന്റായ ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാറിന് ഡോക്ടർ ശ്രീജിത്ത്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ കണ്ടതാണ്, ഇന്ന് ടെലിവിഷനിൽ മൂവാറ്റുപുഴയിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മ ടെലിവിഷനിൽ ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോഴേ ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു വിവാദം അല്ലെങ്കിൽ ഒരു തർക്കം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യെസ് ഓർ നോ എന്നുള്ളതാണ്. ഇവരെ ഇല്ലാതാക്കണോ അല്ലെങ്കിൽ നാമാവശേഷമാക്കണോ, അല്ലെങ്കിൽ താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ അതായത് തെരുവുകളിൽ നായ്ക്കൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സങ്കല്പം എങ്ങനെ പ്രാവർത്തികമാക്കാൻ സാധിക്കും? അല്ല, ഇത് പ്രാവർത്തികമാകണം എന്നുള്ളതിൽ സംശയമില്ല. കാരണം തെരുവിൽ നായ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. തെരുവിൽ നായ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പബ്ലിക് ഹെൽത്ത് ത്രെറ്റാണ്. അത് ഈ പറഞ്ഞ ആ അമ്മ പറഞ്ഞത് മാതിരി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, വീട്ടിൽ തന്നെ ഒരു നായ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നായ, ഒരുപക്ഷെ നമ്മൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കും വളർത്തുന്നത്. എൻ്റെ വീട്ടിലും 2 പട്ടികളുണ്ട്, എനിക്ക് വളരെ സ്നേഹത്തോടെ നമ്മൾ വളർത്തുന്നു. പക്ഷേ അതൊരു ആക്രമണ സ്വഭാവം കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ പിന്നെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് കൂടുതൽ പ്രധാനം. അതുകൊണ്ട് തെരുവിൽ കൂടി നടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, അത് പാവപ്പെട്ട കുട്ടികളായിരിക്കാം, സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കാം, അവരുടെ ഒരു സംരക്ഷണം തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് നമ്മളിപ്പോൾ ഈ വന്ധ്യംകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വന്ധ്യംകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം വരാനായിട്ട് 10-15 കൊല്ലം എടുക്കും. കാരണം ഈ ഒരു നായയുടെ ആയുസ് കഴിയുമ്പോഴേക്കേ ഉള്ളൂ. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മ്യൂണൈസ് ചെയ്ത് തെരുവിലുള്ള നായകളെ മുഴുവൻ ഇമ്മ്യൂണൈസ് ചെയ്ത് വന്ധ്യംകരിച്ച് ടാഗ് വയ്ക്കുന്ന ഒരു സംഗതി നല്ലതാണ് തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ഞാനിപ്പോൾ ഈ മൃഗസ്നേഹികൾ മാത്രമല്ല, നമ്മളെല്ലാവരും മൃഗങ്ങളെ സ്നേഹിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഞാനും വളർത്തുന്നുണ്ട്. അപ്പോൾ പലരും അതിന് മുമ്പോട്ട് വരണം. എന്നിട്ട് അവരുടെ കോമ്പൗണ്ടിൽ ദത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. അത് സാധിച്ചില്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ തദ്ദേശ വകുപ്പ് തീർച്ചയായിട്ടും ഡോഗ് പൗണ്ടുകൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിനകത്ത് അതിനെ വിന്യസിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാമ്പിനെ പിടിച്ചാൽ എന്താണ് ചെയ്യുന്നത്? ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്താണ്? അല്ല, അവരതിൽ ഇതിൽ അതിശക്തമായ ഇടപെടേണ്ടതുണ്ട്. ഒരു മൂർഖൻ പാമ്പിനെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അതിനെ വളരെ സുരക്ഷിതമായി നമ്മൾ കാടിൽ കൊണ്ടുവിടുന്നു. തിരിച്ച് വീട്ടിലേക്കല്ലല്ലോ വിടുന്നത്, തിരിച്ച് റോഡിലേക്കല്ലല്ലോ വിടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ നാട്ടിൽ എത്ര പാമ്പ് കടി ഉണ്ടാവുന്നു, ഈ നാട്ടിൽ എത്ര പട്ടികടി ഉണ്ടാവുന്നു. പാമ്പ് കടിക്ക് നമ്മൾ എന്ത് ചിലവാക്കുന്നു, പട്ടി കടിക്ക് എന്ത് ചിലവാകുന്നു. അപ്പോൾ 10 മുതൽ 12 കോടി അത് ചെലവിൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ പറഞ്ഞ മാതിരി ആ അമ്മയുടെ ഒരു വ്യഥ, അത് കേരളത്തിലെ എല്ലാ അമ്മമാർക്കും രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അത് തീർച്ചയായിട്ടും അതീവ ഗൗരവത്തോടെ നമ്മൾ കണക്കിലെടുത്തേ മതിയാകും. ഒരു പക്ഷേ അഡ്വക്കേറ്റ് സലീം, രഞ്ജിനി ഹരിദാസിനെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ, പ്രത്യേകിച്ച് ടെലിവിഷൻ അവതാരം പ്രശസ്തരായതുകൊണ്ട് ഞാൻ ആ പേര് എടുത്തു പറഞ്ഞതേ ഉള്ളൂ, ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇന്ന് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ബോളിവുഡ് നടിയുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്, ഒരു കാരണവശാലും തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യരുത്, അവരെ സംരക്ഷിക്കണം. എന്തായിരിക്കണം ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കും ഇത്തരം വിപത്തുകളുള്ള വാർത്തകൾ നമുക്കിനി ആവർത്തിക്കാതിരിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, ഇത്തരം സെലിബ്രിറ്റികളുടെ വാദമുഖങ്ങളും നമ്മളൊന്നും ഒരു വലിയ വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു ഉപരിവർഗ സംസ്കാരത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും ഭാഗമായിട്ട്, അല്ലാതെ ഇവരുടെയൊന്നും ഒരു ജെനുവിൻ ഒരു ഫീലൊന്നും അല്ല ഇങ്ങനെ പറയുന്നത്. നമ്മൾ ആരും ഇപ്പോൾ ഡോക്ടർ സീത്ത് പറഞ്ഞ പോലെ ആരും മൃഗങ്ങൾക്കെതിരോ ഒന്നുമല്ല, അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ ആദ്യം ഡോക്ടർ സീത്ത് പറഞ്ഞാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു വശം. ശരിക്കും ഇതിൻ്റെ ടെറിട്ടറി ഏതാണ്?
അവിടെയാണ് പ്രശ്നം. ഇപ്പം സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ, ഇപ്പം കാട്ടിൽ വളരുന്ന മൃഗങ്ങൾ നമ്മുടെ വൈൽഡ് ലൈഫ് ആക്ട് ഉണ്ട്, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരായ ആക്രമണങ്ങൾ വളരെ സ്ട്രിഞ്ചൻ്റ് പണിഷ്മെൻറ്റും ഉണ്ട്. പക്ഷേ ആ മൃഗങ്ങൾ അതിൻ്റെ ഹാബിറ്റാറ്റിൽ വളരുന്നു, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് ആക്രമണത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സ്വാഭാവികമായും സ്റ്റേറ്റിനുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ചോദിച്ച പോലെ എങ്ങനെ തെരുവ് നായകൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു തെരുവ് നായ എന്നുള്ള വാക്ക് തന്നെ അത് തന്നെ അതൊരു ആപേക്ഷികമാണ്. എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ തെരുവ് ഈ നായയുടെ സ്വന്തമാണോ? അതിൽ ഇപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ റെസ്റ്റ്നേളിയസ് ആയിട്ടുള്ളതൊന്നുമല്ല. ഇപ്പോൾ ആകാശത്ത് പക്ഷികൾ പറക്കുന്ന പോലെ നമ്മൾ മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രതലങ്ങളിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു നായ്ക്ക് ഇങ്ങനെ പോകാൻ ഇവിടെ ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇത് വൺ ഓഫ് ദി റീസണാണ്. അതായത് ഇവിടെ മാലിന്യങ്ങൾ നിഷേധിക്കുന്നത് കൊണ്ട് നായ്ക്കൾ വരുന്നു എന്ന് പറയുന്ന അതൊക്കെ അല്ല, അത് അതിലേക്ക് ചൂണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, സെൽഫ് ഗവൺമെന്റ്സിന് ഒരുപാട് അതെ, അത് മനസ്സിലായിരുന്നു. അതെ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മാലിന്യ നിർമ്മാണം നടത്താത്തതുകൊണ്ടാണ് ഇവിടെ തെരുവ് നായകൾ ഉണ്ടായി എന്നുള്ള ഒരു കുറ്റപത്രം അവർക്കെതിരെ നൽകുന്നതിനോടൊന്നും അത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ അതല്ല പ്രൈം റീസൺ അതാണോ? നാളെ കേരളത്തിൻ്റെ മുഴുവൻ മാലിന്യ പ്രശ്നങ്ങളും സമഗ്രമായി പരിഹരിക്കപ്പെട്ടാൽ കേരളത്തിൽ ഒരു തെരുവ് നായ ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ ഒരു കുട്ടിയും ഒരു മനുഷ്യജീവനും തെരുവ് നായ്ക്കളുടെ ഭീഷണി ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ? ഇതൊരു ആർഗ്യുമെന്റ് സേക്കിന് വേണ്ടി പറയുന്ന ഒരുപക്ഷെ അതിൽ ഫോഴ്സ് ഇല്ല. ഡോക്ടർ MK നാരായണൻ, അതായത് നമ്മുടെ അറിവിൽ, പരിമിതമായ അറിവിൽ, ശ്രീമതി മനേക ഗാന്ധി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒരു കത്തയച്ചിരുന്നു ഏകദേശം 1-2 വർഷം മുമ്പ്, കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട്. അതൊന്നും നടപ്പായി കണ്ടില്ല. എന്തൊക്കെയായിരുന്നു അത്? എങ്ങനെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് അത് ഉണ്ടായത്? അതിൻ്റെ തടസ്സങ്ങൾ എന്തായിരുന്നു? താങ്കളൊന്ന് വിശദീകരിക്കാമോ? തടസ്സങ്ങളില്ല. അതായത് ഇപ്പൊ പ്രശ്നം ഒരു മീഡിയ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ ചോദ്യം ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പ്രശ്നത്തിനെ പരിഹരിക്കാൻ സാധ്യമല്ല. അതിന് ശാശ്വതമായ പരിഹാര മാർഗങ്ങളിൽ കൂടി തന്നെ പോകണം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ വിശദമായ പഠനം നടത്തി എന്ന് പറഞ്ഞ ആ പദ്ധതിയായിട്ടുള്ള എന്റെ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ചെറുപ്രായത്തിൽ നാട്ടിൽ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ എടുത്ത് അവയെ വന്ധ്യീകരിച്ച് വളർത്താൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രജനനകാലം 6 വർഷം, 5 മുതൽ 6 വർഷമാണ് തെരുവുനായി പ്രസവിക്കുന്നതെങ്കിൽ ഈ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും നിലവിലുള്ള വലിയ നായ്ക്കളെ വന്ധ്യീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ്. ഈ അടിസ്ഥാനത്തിലാണ് ഒരു ഹൈപവർ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുകയും നിയന്ത്രണ മാർഗങ്ങൾ വിപുലമാക്കാനും മേജർ സിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നടത്താനും തീരുമാനിച്ചിരിക്കും. ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റെസിഡന്റ് അസോസിയേഷൻ, വാർഡ് മെമ്പേഴ്സ്, കുടുംബശ്രീകൾ, നമ്മുടെ എല്ലാ നാട്ടുകാരും, മൃഗസ്നേഹികളും എല്ലാവരും ഒരുമിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു ചർച്ച പോസിറ്റീവായിട്ട്, കാരണം ഉന്മൂലനമല്ല നിയന്ത്രണമാണ് അഭികാമ്യം എന്നുള്ള ഒരു പ്രിൻസിപ്പിളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇനി ഇതിന് ഒരു നല്ല സ്ട്രാറ്റജിയിൽ നടത്തണം. കാരണം 60% പേവിഷബാധ. ഡോക്ടർ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് എല്ലാ തെരുവ് നായ്ക്കളും ആക്രമണം നടത്തുന്നവരെ ചിലപ്പോൾ ഉന്മൂലനം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. അതായത് നമ്മൾ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ടൗണുകളിൽ, നഗരങ്ങളിൽ എല്ലാം നായ്ക്കൾ കൂട്ടമായി നടക്കുന്നത്. ഈ നായ്ക്കളെ ഒന്നും ആളുകളെ ഉപദ്രവിക്കുന്ന ഫോട്ടോ ആർക്കും ഇതുവരെ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം എന്നുള്ളത് യാഥാർത്ഥ്യമായി തന്നെ കാണുകയാണെങ്കിൽ നമുക്ക് 60% പേവിഷബാധയ്ക്ക് കാരണം വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള ഒരു കടിയാണ് എന്നുള്ളത് ഒരു വാസ്തവം മെഡിക്കൽ കോളേജിലെ കണക്കുകൾ നിലനിൽക്കുമ്പോൾ ഇതിനെ ശാസ്ത്രീയമായി തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഇതിൽ ശാസ്ത്ര മാത്രം പോരാ, സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദയവായി തുടരുക. നമ്മളിപ്പോൾ ശ്രീ എൽദോസ് കുന്നപ്പള്ളി, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ശ്രീ എൽദോസ് കുന്നപ്പള്ളി, നമുക്കറിയാം മുദ്രാവാക്യങ്ങൾ, പ്രചരണങ്ങൾ എല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗ്രീൻ കേരള, ഗ്രീൻ കേരള, ക്ലീൻ കേരള. ഈ തെരുവ് നായ്ക്കൾ ഇല്ലാത്ത ഒരു ഗ്രീൻ കേരള, ക്ലീൻ കേരളയ്ക്ക് ഒരു സാധ്യതയില്ലേ? ശ്രീ എൽദോസ് കുന്നപ്പള്ളി, ഈ കാര്യത്തിൽ നിരവധി ചർച്ചകൾ നടത്തുകയും പഞ്ചായത്ത് ഈ കാര്യത്തിൽ നിരവധി ചർച്ചകൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുമുണ്ട്. പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞു കാണും, എറണാകുളത്ത് 50,000 നായ്ക്കളെയാണ് വാക്സിനേഷന് വിധേയമാക്കിയത്. അതിനോടൊപ്പം തന്നെ സ്റ്റെറിലൈസേഷൻ നടത്തുവാൻ വേണ്ട തീരുമാനവും കൈക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായി.
എനിക്ക് ക്ലിയർ ആകുന്നില്ല പറയുന്നത്. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെയുള്ള വിഷയങ്ങളിൽ ഒരു പരിഹാരം മുന്നോട്ട് വയ്ക്കാൻ ഉതകുന്ന രീതിയിലൊരു ചർച്ചയ്ക്ക് മുതിരുന്നത്. നമ്മൾ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് അധികാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ ഒരു ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു ഇടപെടലുകളോ ഒന്നും കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ശ്രീ എൽദോസ് കുന്നപ്പള്ളി, നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ തെരുവ് നായ ആക്രമിച്ച കുട്ടിയെ 3 വയസ്സുകാരനെ പോയി കാണുകയുണ്ടായി. ആ മാതാവ് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹൃദയം തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവർക്കെല്ലാ വിധ ചികിത്സയും ഗവൺമെൻറ് കൊടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ഓടിയെത്തി അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം ആയോ എന്നുള്ള ചിന്താഗതി ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 4 മാസത്തിന് മുൻപേ ഈ ചർച്ച ആരംഭിച്ചു. പക്ഷേ 4 മാസത്തിന് മുൻപിൽ ഉള്ള തെരുവ് നായ്ക്കളേക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കൾ ഇപ്പോൾ പെരുകിയിരിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണോ? സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടുന്നില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജനങ്ങൾ, മലയാളികൾ പ്രത്യേകിച്ച് അവരുടെ വീടുകളിൽ ഉള്ള നായ്ക്കളെ അവർ പ്രായം ചെന്ന് കഴിയുമ്പോൾ, വിവിധങ്ങളായ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ആ നായ്ക്കളെ എടുത്തുകൊണ്ട് തെരുവിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു വ്യക്തി തൻ്റെ വീട്ടിലെ നായ്ക്ക് സുഖമില്ലാതായി കഴിഞ്ഞാൽ, അതിന് വേണ്ടാതായി കഴിഞ്ഞാൽ, അതിന് കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും തള്ളയെയും ഒക്കെ എടുത്തുകൊണ്ട് 10-15 കിലോമീറ്റർ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ്. നായ്ക്കളെ മാത്രമല്ല, ഒരു വിഷയം കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ എൽദോസ് തുറന്നോളൂ. അത് എറണാകുളത്താണ്. അതെ, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നായ്ക്കളെ മാത്രമല്ലെങ്കിലും മാതാപിതാക്കളെ ഉപേക്ഷിച്ചാലും ആ മാതാപിതാക്കൾ ആരെയും ഉപദ്രവിക്കുന്നില്ല. വലിയ മനസ്സുണ്ട് മാതാപിതാക്കന്മാർക്ക്. മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ നായ്ക്കളാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അവരെ വേട്ടയാടുകയാണ് ചെയ്തത്. നായ്ക്കൾ കുഞ്ഞുങ്ങളെ വേട്ടയാടുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഇതിലുണ്ടായേ പറ്റൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടം നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കണം. അതിന് മുമ്പായി ഡോക്ടർ CV പ്രശാന്ത്, നമുക്കറിയാം ഈ തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ അനാഥരാക്കപ്പെട്ട അല്ലെങ്കിൽ അശരണരായ വഴിയാധാരമായിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, അനാഥർക്ക്, രോഗബാധിതർക്കൊക്കെ നമ്മുടെ നാട്ടിൽ NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 20 വർഷമായി ഇത്തരം ഈ തെരുവ് നായ്ക്കളുടെ ഒരു റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാതെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് അനുകമ്പ, ഈ തെരുവ് നായ്ക്കളോടുള്ള അനുകമ്പ നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അതിന് മുതിരുന്ന ഒരു സംഘടനകളുടെ പ്രവർത്തനങ്ങളൊന്നും സജീവമായി നമ്മുടെ നാട്ടിൽ കാണുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു പ്രധാന വിഷയം തന്നെയാണ്. കാരണം ഇതിനു വേണ്ടി സംസാരിക്കാനും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ കാര്യമായി ക്രിയാത്മകമായി ഇടപെടാൻ വേണ്ടി ആരുമില്ല, അല്ലെങ്കിൽ ഉള്ളവരുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ സൊസൈറ്റി ഫോർ ഈ ക്രൂവൽറ്റി, സൊസൈറ്റി അഗെയിൻസ്റ്റ് ക്രൂവൽറ്റി ടു ദ ആനിമൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് SPCA പോലുള്ള നല്ല സംഘടനകളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ വണ്ടി പോകുന്നതിനപ്പുറം ഒരു ക്രിയാത്മകമായ ഇടപെടലില്ല. ഇത് എന്തിന്? നമ്മൾ നഗരസഭയിലേക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കോ വിളിച്ച ഒരു വണ്ടി വന്നാൽ ആ വണ്ടിക്കാരന് പൈസ കൊടുക്കാതെ, സാധാരണ പലരും ഇപ്പോൾ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി പൈസ ചിലവാക്കാൻ എത്ര പേരുണ്ടാവും? അപ്പോൾ അവർക്ക് വേണ്ടി പൈസ കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം എളുപ്പത്തിൽ പറയുന്ന ഒരു പേരുണ്ട്, മനേകാ ഗാന്ധി. ഇതിൽ നിന്ന് നമ്മൾ മാറണം. സ്വന്തം ഉത്തരവാദിത്വം നാം തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഒരുപക്ഷെ ഡോക്ടർ MK നാരായണന് കൂടുതൽ പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. വിദേശത്ത് നിന്നുള്ള ചില NGOകളാണ് കുറച്ചെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു അറിവുണ്ട്. എത്രമാത്രം ശരിയാണ്? വിവിധ ഏജൻസികളുണ്ട്, പലതരത്തിലുള്ള NGOs ഉണ്ട്. എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം, ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. നിർബന്ധമായും
വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് എടുക്കുകയും അവയെ നിർബന്ധമായും വന്ധീകരണത്തിന് വിധേയമാക്കുകയും ചെയ്താൽ തെരുവിലേക്ക് ഭാവിയിൽ നായ്ക്കുഞ്ഞുങ്ങൾ വലിച്ചെറിയപ്പെടുകയില്ല. പിന്നെ ഒരു ജീവിയെ കംപ്ലീറ്റ് കൊന്നൊടുക്കി എക്കോസിസ്റ്റം ബാലൻസ് നശിപ്പിക്കുന്നതിനോട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശാസ്ത്രീയമായ ഇടപെടലുകളോട് മാത്രമേ ഇത് നടത്താൻ പാടുള്ളൂ. NGOs പൊതുവെ NGOs എന്നല്ല, ഏത് മൃഗ സംരക്ഷണ മേഖലയിലുള്ള ആളുകളും ഈ ജന്മ നിയന്ത്രണത്തിന് വേണ്ടി ആദ്യം വിളിക്കുന്നത് താരതമ്യേന നിരുപദ്രവകാരികളായിട്ടുള്ള കോമൺ പ്ലേസസിൽ മറ്റുള്ളവർ ഭക്ഷണം കൊടുത്ത് ജീവിക്കുന്ന നായ്ക്കളാണ്. യഥാർത്ഥത്തിൽ തെരുവിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഫെറൽസ്, വന്യ സ്വഭാവമുള്ള നായ്ക്കൾ രാത്രികാലങ്ങളിൽ വരികയും അവർ ആളുകളെ ബുദ്ധിമുട്ടുകയും കടിക്കുകയും ചെയ്യുന്ന മനുഷ്യരുമായി യാതൊരു ബന്ധമില്ലാത്ത നായ്ക്കളെയാണ് പിടികൂടി വന്ധ്യംകരിക്കേണ്ടത്. അതിന് നേരിട്ട് സാധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചേ മതിയാകൂ. അതല്ലാതെ ഈ നായ് പ്രശ്നത്തിന് ഒരു പ്രത്യേക തരത്തില് പ്രശ്നം തീരില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഒരു പ്രത്യേക സംവിധാനം തന്നെ നിലനിർത്തണം. കാരണം അതൊരു ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന് ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ കൂടെ ഇത് നടത്തിയാൽ കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രത്യേക സംവിധാനത്തോടു കൂടി ഒരു പദ്ധതി ആവിഷ്കരിക്കണം. അതിന് യൂണിവേഴ്സിറ്റി വേണ്ട എല്ലാ നടപടിയും നൽകാൻ തയ്യാറാണ്. ഓക്കെ താങ്കളുടെ കീഴിൽ അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നവർ ഒരുപാട് നിർദ്ദേശങ്ങളും പദ്ധതികളും മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുള്ള അറിവുണ്ട്. അത് കൂടുതൽ അറിയാനും താല്പര്യമുണ്ട്. ഒപ്പം ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തു പലപ്പോഴും കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനം, പ്രത്യേകിച്ച് ജയ്പൂർ ആണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ, തെരുവ് നായ് പ്രശ്നം വളരെ കാര്യക്ഷമമായി പരിഹരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിൽ ഉടനീളം മുന്നോട്ട് വന്നിട്ടുള്ള നിർദ്ദേശം വന്ധ്യംകരണം മാത്രമാണ്. അതിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചിരുന്നു അതൊരു ലോങ് ടേം പ്രോസസ്സാണെന്നുള്ളത്. ഇപ്പോഴുണ്ടാകുന്ന ഈ വലിയ വലിയ അപകടം, ഈ വിപത്തുകൾ തടയാൻ എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വരുന്നില്ല. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി, ഡോക്ടർ നാരായൺ പറഞ്ഞ മാതിരി ലോങ് ടേമിലൊക്കെ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന അഡോപ്ഷൻ മെത്തേഡും അല്ലെങ്കിൽ വന്ധ്യംകരണവും ഒക്കെ 5-10 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഫലം ഈൽഡ് ചെയ്യും. പക്ഷെ നമുക്ക് അതുകൊണ്ടായില്ലല്ലോ. നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളും നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മൃഗസംരക്ഷണ വകുപ്പായാലും കൊള്ളാം, തദ്ദേശ സ്ഥാപനങ്ങളായാലും കൊള്ളാം. അതുപോലെ നേരത്തെ നമ്മൾ ഈ മാലിന്യത്തിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഒരു എക്കോ സിസ്റ്റത്തിനെ കുറിച്ചും സൂചിപ്പിച്ചു. അതിനകത്തും ചില കാര്യമുണ്ട്. കാരണം നമ്മൾ മാലിന്യം വലിച്ചെറിയുമ്പോൾ അവിടെ ഈ എലിയുമൊക്കെ വരുന്നു. എലിയൊക്കെ വരുമ്പോൾ അവിടെ പാമ്പ് വരുന്നു. പാമ്പിനെ പലപ്പോഴും പിടിക്കുന്ന ഈ നായ്ക്കളാണ്. അങ്ങനെ ഒരു എക്കോ സിസ്റ്റം തന്നെ ഈ തെരുവിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നായ്ക്കളെ മുഴുവൻ നമ്മൾ ഉന്മൂലനം ചെയ്താൽ ചിലപ്പോൾ പാമ്പുകളുടെ വർധനവായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഒരു ഘടകം തന്നെയാണ്. റോഡെന്ന് പറയുന്നത് നമ്മുടെ വീട് മുറ്റം പോലെ അല്ലെങ്കിൽ വീടിനകം പോലെ എന്ന് ഞാൻ പറയും, ക്ലീൻ ആയിരിക്കണം. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാരിനും എങ്ങനെയാണ് ഒഴിഞ്ഞു പോകാൻ സാധിക്കുന്നത്? അത് അവരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ക്ലീൻ എൻവയോൺമെൻറ്റ്. ഇത് മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ ഈ പിന്നെ നായ്ക്കളുടെ കാര്യം മാത്രമല്ല, നമ്മളിപ്പോൾ ഡെങ്കിപ്പനി എടുത്താലും ചിക്കൻ ഗുനി എടുത്താലും എലിപ്പനി എടുത്താലും ഇതിൻ്റെ എല്ലാം ഉറവിടം എവിടെ നിന്നാണ്? ഈ മലിനമായിട്ടുള്ള നമ്മുടെ പരിസരത്തിൽ നിന്നല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും ആവശ്യം നടപ്പാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നാം ഈ പറഞ്ഞ മാതിരി പിന്നെ വാക്സിനേഷനും നായ്ക്കളുടെ വാക്സിനേഷനും നായ്ക്കളുടെ വന്ധ്യംകരണവും. മൂന്നാമത്തെ റീഹാബിലിറ്റേഷനിൽ ഇപ്പോഴുള്ള നായ്ക്കളെ തന്നെ അത് ഏതെങ്കിലും ഫോറംസ് വഴി കഴിയാവുന്നിടത്തോളം നായ്ക്കളെ വീടുകളിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. പക്ഷെ വീടുകളിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത് മാതിരി 40 മുതൽ 60% നായ്ക്കടി ഉണ്ടാകുന്നത് ഇപ്പോഴും വീടുകളിലാണ്. 60% ഉണ്ട്. ഡൊമസ്റ്റിക് അനിമലിൽ നിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നായ്ക്കളുടെ സ്വഭാവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല അതിന് വിശന്നിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനും പാടില്ല. പിന്നെ ഇതിനു പുറമെ നമ്മുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ അതായത് ഞാൻ പറഞ്ഞില്ലേ 12 കോടി നമ്മൾ വാക്സിന് വേണ്ടി മാത്രം ചിലവഴിക്കുകയാണ്. അതിനേക്കാളും എത്രയോ തുച്ഛമായ തുക മതി ഒരു ഡോഗ് ഒബ്സർവർ. ആ ഡോഗ് ഒബ്സർവറിനെ കൊണ്ട് അക്രമകാരികളായ പിന്നെ നായ്ക്കളെ തിരിച്ചറിഞ്ഞിട്ട് ആ നായ്ക്കളെ ഉന്മൂലനം ചെയ്യുക തന്നെ വേണം. അതിന് യാതൊരു നിയമ തടസ്സവും ഇല്ല. ആക്രമകാരി ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ നായെ പോലും നമ്മൾ ഉന്മൂലനം ചെയ്യുമ്പോൾ കടുവ വരെ വെടിവെച്ച് കൊന്ന ചരിത്രം. ആക്രമണകാരിയായ തെരുവിലെ നായ്ക്കളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ വരുന്നില്ല. അത് ഫേസ്ബുക്കിലുള്ള പോസ്റ്റോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോ പിന്നെ നമ്മുടെ കൽക്കട്ടയിലോ ആരെങ്കിലും ഒക്കെ 5-6 പേര് പിന്നെ കേരളത്തിനെതിരെ പ്ലക്കാർഡ് പിടിച്ചു എന്ന് പറഞ്ഞാലൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള സാഹചര്യം നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ നാം തിരിച്ചറിയണം, അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യണം, അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കണം. ഒരു ഡോഗ് പൗണ്ട്സ് കൊണ്ടുവന്നിട്ട് വിദേശ രാജ്യങ്ങളിലെ പോലെ അവിടെ മാറ്റിപ്പാർപ്പിക്കണം. നമുക്ക് ഒരു ഇടവേള കൂടി പോകേണ്ട സമയമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ഒരുപക്ഷെ അഡ്വക്കേറ്റ് പി എസ് സലീമിന് കൂടി ഇടപെടാൻ പറ്റുന്ന ഒരു വിഷയം കൂടി നമുക്ക് ഈ ചർച്ചയ്ക്ക് എടുക്കാം. നമ്മുടെ സമൂഹത്തിലെ ഈ മാന്യതയുടെ ഒരു മുഖമായിട്ട് വളർത്തു നായ്ക്കളെ കാണിക്കുന്ന സോഷ്യൽ ലേഡീസ് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തം ഡ്രൈവർക്ക് മാസശമ്പളം കൊടുക്കാതെ തെരുവ് നായ്ക്കൾക്ക് ബ്രെഡും
നൂറുകണക്കിന് രൂപയുടെ പൈസയും വാങ്ങിച്ചു കൊടുക്കുന്ന സൊസൈറ്റി ലേഡീസിൻ്റെ ഒരു പരിച്ഛേദം കൂടി നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. മാത്രമല്ല മനേക ഗാന്ധി, ഡോക്ടർ CV പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ എന്ത് പറഞ്ഞാലും മനേക ഗാന്ധിയിൽ എത്തി നിൽക്കുന്ന ഒരു മൃഗസ്നേഹത്തിൻ്റെ വലിയൊരു സംസ്കാരവും കുഞ്ഞുങ്ങളെ തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നു, വല്ലാതെ കടിച്ചു പരിക്കേൽപ്പിക്കുന്നു. ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സർക്കാരിലെ ചില പ്രതിനിധികളൊക്കെ വളരെ സജീവമായി ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് അഡ്വക്കേറ്റ് PA സലീം പറഞ്ഞത്. നമ്മളും കണ്ടതാണ്. അങ്കമാലി ആശുപത്രിയിലെ കുഞ്ഞിനെ കാണാൻ മുഖ്യമന്ത്രി പോയിരുന്നു. നാളെ പ്രത്യേകിച്ചും ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇതിൽ ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു വിപത്ത് ഇത് നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഇൻസിഡൻറ്റുകൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഈ കപട സ്നേഹം, മൃഗസ്നേഹം, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ ഒരുപാടുണ്ട്. അവരോടൊന്നും ഇല്ലാത്ത ഒരു സ്നേഹം തെരുവുനായ്ക്കളോട് കാണിക്കുന്നതിൻ്റെ ഒരു സാങ്കത്യം, അല്ലെങ്കിൽ അതേക്കുറിച്ച് അതിൻ്റെ ഒരു കാപട്യം എങ്ങനെ വെളിപ്പെടുത്താൻ സാധിക്കും? അല്ല, ഇത് കാപട്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ വിസമ്മതിക്കുന്ന അതേ കൊച്ചമ്മമാരാണ് ഈ നായ്ക്കളെ പാലൂട്ടാനും അതിനെ വളർത്താനും ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു പൊങ്ങച്ച സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇതൊരു സൊസൈറ്റി ഒരു സൂപ്പർഫിഷ്യലാണ്, ഉപരിവിപ്ലവമാണ്. ഇതൊന്നും ഒരു മൃഗസ്നേഹവും ഇതിൻ്റെ പിന്നിൽ ഒരു ദീനാനുകമ്പയും ഇതിൻ്റെ പിന്നിലില്ല. ഇതൊക്കെ ഒരു സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഡിഫറൻ്റാണെന്ന് കാണിക്കുക. ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഒരു മനസ്സിലെ ഒരു സാഡിസ്റ്റിക് എലിമെൻ്റ് ആയിരിക്കും ഇത്തരം പ്രകടനങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ആരും ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ വളരെ കൃത്യമായി ഇപ്പം നാളെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. കാരണം നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല. ഇപ്പം ഇവിടെ ഒരു കാര്യം ഓർക്കണം, അതായത് 1.5 വർഷം മുമ്പ് ഒരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ച അതേ മുഖ്യമന്ത്രിയാണ് നാളെ ക്യാബിനറ്റിൽ ഇത് എടുത്തിടാൻ പോകുന്നത്. സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെതായ പരിമിതികളുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഇപ്പം മനുഷ്യജീവന് ഭീഷണിയായിട്ടുള്ള എന്തിനേയും കൊല്ലാം, പക്ഷേ ഒരു പ്രൊസീജിയർ കംപ്ലൈൻറ്റ് ചെയ്യണ്ടേ? ഒരു കടുവായെ വെടിവെച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അതിന് കൃത്യമായി ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ വേണം, അതിനൊരു പ്രൊസീജിയർ കംപ്ലൈൻറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ തെരുവുനായ്ക്കളുടെ കാര്യത്തിൽ പോലും ഈ ഒരു എതിർപ്പുകൾ, കാരണം അതിനെ ഇപ്പോൾ 2 കാര്യങ്ങൾ ഡോക്ടർ ചെയ്തു പറഞ്ഞു. ഒന്ന് എലിമിനേഷൻ, 2 ഇതിൻ്റെ പുനരധിവാസം. എലിമിനേഷൻ്റെ ഗവൺമെൻറ് ഉത്തരവ് തന്നെ മാറ്റി. പണ്ട് 75 രൂപ ഒരു അക്രമകാരിയായ നായയെ കൊല്ലാൻ 75 രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിരുന്നത്. ആ ഉത്തരവ് തന്നെ റദ്ദാക്കിയതായിട്ടാണ്. അല്ല, അത് 75 രൂപയ്ക്ക് കൊല്ലാൻ ആളില്ലല്ലോ, ഒന്നാമത്തെ പ്രശ്നം അതല്ലേ. ഇതിനെ കൊല്ലാൻ ഇപ്പം കേരളത്തിലെ ലോക്കൽ ബോഡീസ് നേരിട്ട ഏറ്റവും വലിയ ക്രൈസിസ്, ഇങ്ങനെ തെരുവ് നായ്ക്കളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അതായത് ഈ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന ഈ റേറ്റിൽ കൊല്ലാനുള്ള ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവർ വരാൻ തയ്യാറാവുന്നില്ല. ഇപ്പം എത്രയോ താങ്കളുടെ ഒരു നിലപാട് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ശക്തമായ ഇടപെടൽ ഉണ്ടാവണം. ഡോക്ടർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ അക്രമകാരികളായ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ഈ തെരുവ് നായ്ക്കളെ ഇല്ലായ്മ തന്നെ ചെയ്യണം. അല്ല, അതിനെതിരായി പറയുന്നവരുടെ ന്യായത്തിന് പ്രസക്തിയില്ല. ഒരു പ്രസക്തി അല്ല. എലിമിനേഷൻ ആവശ്യമായ കേസിൽ അത് ചെയ്തേ പറ്റൂ. രാജ്യത്ത് അതിൻ്റെ നിയമങ്ങളൊന്നും അതിന് പ്രതികൂലമൊന്നുമല്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ തിരുവനന്തപുരം നഗരത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ വീടിന് ചുറ്റും, പ്രത്യേകിച്ച് വഴുതക്കാട് നന്ദൻകോട് മേഖലയിൽ ആയിരക്കണക്കിന് തെരുവുനായ്ക്കളാണുള്ളത്. ഇറങ്ങി നടക്കാൻ പറ്റില്ല. സർക്കാരിന്റെ ആ ഒരു ഇടപെടലിന്റെ മുമ്പിലാണ് സെക്രട്ടേറിയറ്റിന് ഇപ്പം MLA ഹൗസിലുണ്ട് ഏറ്റവും കൂടുതൽ തെരുവുനായ്ക്കളുള്ളത്. ഇപ്പം കേരളത്തിൽ നിയമസഭാ സാമാജികന്മാർ താമസിക്കുന്ന MLA ഹൗസിന് ചുറ്റും തെരുവുനായ്ക്കളുണ്ട്. തെരുവുനായ്ക്കളുടെ ഒരു ഭീഷണി ഇന്ന് MLA മാരുടെ ബന്ധുക്കൾ പോലും അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ എവിടെ ഉണ്ട് എന്നുള്ളതല്ല പ്രശ്നം. പക്ഷെ ഇത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. റീസെൻ്റ് ഇൻസിഡൻസ്, വളരെ പെയിൻഫുള്ളായ ഇൻസിഡൻസ് ഉണ്ട്. അത് ഇനി ആർക്കും, ഇപ്പം ഗവൺമെൻറ് ആണെങ്കിലും ലോക്കൽ ബോഡീസിനാണെങ്കിലും, ഇനി ഈ സോ കോൾഡ് ഈ മൃഗസ്നേഹികൾക്കാണെങ്കിലും ഒരു ചെറിയൊരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഒരുപക്ഷെ ഈ ശാസ്ത്രത്തിലെ ദുരൂഹതകൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ചിങ്ങമാസം കന്നിമാസം ആകുമ്പോൾ പട്ടികൾ വയലൻ്റ് ആവുന്നു. തെരുവ് നായ്ക്കളുടെ ശല്യം അത്രയ്ക്ക് അസഹ്യമായിരിക്കുന്നു. ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുകയായിരുന്ന ഒരു സ്ത്രീക്ക് വരെ തെരുവ് നായയുടെ കടിയേറ്റ റിപ്പോർട്ടുകളാണെന്ന് വന്നത്. കുട്ടികളുടെ കാര്യം ഒരു വശത്ത്, ദിവസേന എന്നോണം പേപ്പട്ടി വിഷബാധയുടെ വാർത്തകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ അതിന് മരുന്നില്ല, അല്ലെങ്കിൽ അതിന് ചികിത്സയില്ല, അതിന് പ്രിവെൻഷൻ മാത്രമാണ്, പ്രതിരോധം മാത്രമാണ് നിലനിൽക്കുന്നുള്ള യാഥാർത്ഥ്യവും ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ ഒരു പരിമിതിയായി നിലനിൽക്കുമ്പോൾ ഇതിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശവും ഉടനടി വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് എല്ലാ അതിഥികളിലേക്കും പോകാം. ഡോക്ടർ MK നാരായണൻ,
ഡോക്ടർ എം കെ നാരായണൻ ഇല്ലെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളി താങ്കൾ കേൾക്കാമെങ്കിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. താങ്കളുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാതൃകാപരമായ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ എറണാകുളം ജില്ലയിൽ നടപ്പാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ശ്രീ എൽദോസ് കുന്നപ്പള്ളി. നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ജില്ലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരുമായി ആലോചിച്ചിട്ട് ഒരു പൊതു പ്രോജക്റ്റ് നടപ്പിലാക്കി. അതിലൊന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി മൃഗാശുപത്രിയാണ്. വെറ്റിനറി സർവകലാശാലയുടെ ഒരു സബ് സെൻറ്റർ ജില്ലയിൽ ആരംഭിക്കാൻ പോകുകയാണ്. മറ്റൊന്ന്, എല്ലാ മുനിസിപ്പാലിറ്റികളിലും നിലവിലുള്ള മൃഗാശുപത്രികൾ വിപുലീകരിച്ച് അവിടെ ABC പ്രോഗ്രാം പ്രത്യേകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് തയ്യാറാക്കാൻ പോകുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ 1-2 മാസം കൊണ്ടോ ഒരു ചർച്ച കൊണ്ടോ 1-2 വർഷം കൊണ്ട് തെരുവ് നായ്ക്കളുടെ ഒരു പ്രതിഭാസമല്ല. അതുകൂടി ആ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ട് വേണം നമ്മൾ ചർച്ചയിൽ അഭിപ്രായങ്ങൾ പറയാൻ. ശ്രീ എൽദോസ്, ഏതായാലും താങ്കളുടെ ഇടപെടലിനും ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിനന്ദനം അറിയിക്കുന്നു. മാത്രമല്ല, എറണാകുളത്ത് നിന്നാണ് ഈ വാർത്തകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിഷമകരമായ അവസ്ഥ കൂടി താങ്കളോട് പങ്കിടുകയാണ്. നമ്മുടെ അവസാനിപ്പിക്കാനായി ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ, ഈ നമ്മൾ ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ താങ്കൾ നിർദ്ദേശിച്ച 2-3 കാര്യങ്ങൾ, അതുപോലെ ഡോക്ടർ എം കെ നാരായണനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ റാബീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ പേപ്പട്ടി വിഷബാധ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമില്ലാത്ത രീതിയിൽ അത് മരണത്തെ തന്നെ നമ്മൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ. അതേസമയം തന്നെ മറ്റേതൊരു രാജ്യത്തോ വേറൊരു നാട്ടിലും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പേപ്പട്ടി, പാമ്പ് കടി, ഇത്തരം വിഷബാധ ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത്. എന്താണത് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു പരിഹാരം? അല്ല, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ റേബീസിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് തരം കടികളുണ്ട്. പക്ഷേ പട്ടികടിയെക്കുറിച്ച് നമ്മൾ ഇത്രയും ബോധേഡ് ആയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റേബീസ് എന്ന് പറയുന്ന അസുഖം പിന്നെ 100% ചികിത്സിക്കാൻ സാധിക്കാത്തൊരു അസുഖമാണ്. റേബീസ് പിടിപെട്ട് കഴിഞ്ഞാൽ ഈ മരണം ഉറപ്പാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ റേബീസ് 100% പ്രതിരോധിക്കാൻ സാധിക്കുന്ന അസുഖമാണ്. 100% പ്രിവെന്റബിൾ ആണ്. നായ്ക്കളിൽ നിന്ന് കൂടുതൽ മനുഷ്യരിലേക്കാണ് ഇത്. അതെ, നായയുടെ കടിയേറ്റിട്ടാണ് മനുഷ്യനിലേക്ക് വരുന്നത്. നായിൽ നിന്ന് നായിലേക്കും പോകാം, നായിൽ നിന്ന് മനുഷ്യനിലേക്കും വരാം. ആൻഡ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം WHO പറയുന്ന ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ ഉണ്ട്. അതിൽ നമ്മൾ വാക്സിനും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇമ്മ്യൂണോഗ്ലോബിൻ എന്നൊരു പ്രതിരോധ മരുന്നും കൊടുക്കുന്നുണ്ട്. അത് ഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിലൊക്കെ സുലഭമായി ലഭ്യമാണ്. അപ്പം ഈ മരുന്ന് നമ്മൾ കടിയേൽക്കുന്ന അന്ന് 0, 3-ാം ദിവസം, 7-ാം ദിവസം, പിന്നെ 28-ാം ദിവസം ആണ് ഇതെടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പേയുള്ള നായയാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നായ പ്രകടമായ രോഗം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്യും. അപ്പോൾ 10 ദിവസത്തിനപ്പുറം നായ വളരെ ആരോഗ്യത്തോടെ ഇരിക്കുന്നെങ്കിൽ ആ നായ്ക്ക് പേയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സമയപരിധി. പക്ഷേ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു കൾമിനേഷൻ രീതിയിൽ അഡ്വക്കേറ്റ് PA സലീം പറഞ്ഞ നിർദ്ദേശങ്ങളാണ് കുറച്ചുകൂടി ജനങ്ങളുടെ മനസ്സിലുള്ളതെന്നുള്ള തോന്നൽ നമുക്ക് വളരെയധികം ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ തെരുവിൽ വീണ്ടും അലയാൻ വിടുന്നതിൻ്റെ ഒരു സാങ്കത്യം അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം. ഒരുപക്ഷെ ഈ ചർച്ചയിൽ അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ താങ്കളുടെ സർക്കാർ അല്ലെങ്കിൽ ക്യാബിനറ്റിലും ഇത്തരം ചില നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വരട്ടെ. ഈ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കുമ്പോൾ, അതായത് ആൾക്കാർ പേടിക്കുന്നു സത്യം തുറന്നു പറയാൻ. നമ്മളിതാണ് ചെയ്യേണ്ടത്. ഇത്തരം ഈ തെരുവ് നായകളിൽ പലതും ആക്രമണകാരികളാണെങ്കിൽ അവരെ നിർമ്മാർജ്ജനം ചെയ്യണം, അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അത് പറയാൻ ഭയപ്പെടുന്ന ഒരു പ്രത്യേക സംസ്കാരം ഇവിടെ മൃഗസ്നേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ദുഃഖകരമായ കാര്യം കൂടി പങ്കുവെക്കേണ്ടി വരുന്നു എന്നതിൽ വിഷമമുണ്ട്. നമുക്ക് നാളെ കാണാം. നാളത്തെ ക്യാബിനറ്റിൽ നിന്ന് നല്ലൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PA സലീം, ഒപ്പം ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ IMA പ്രസിഡന്റാണ്, ഡോക്ടർ CV പ്രശാന്ത്, ശ്രീ എൽദോസ് കുന്നപ്പള്ളി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം ഡോക്ടർ MK നാരായണൻ അസോസിയേറ്റ് പ്രൊഫസർ, മണ്ണുത്തി വെറ്റിനറി സർവകലാശാല.